നമസ്കാരം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ ചിത്രം നോക്കൂ. കോങ്കോയുമായുള്ള പോർച്ചുഗൽ മത്സരത്തിന് ഇടയിൽ ഉള്ള നിരവധി ചിത്രങ്ങളിൽ ഒന്ന്. പലതിനും സമാന സ്വഭാവമാണ്. ലോകകപ്പ് ഒരുവിധം ആഘോഷമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോർച്ചുഗൽ കോങ്കോ ദുരന്തം. കോങ്കോ ഗംഭീരമായൊരു സർപ്രൈസ് ആഘാതമായി പോർച്ചുഗലിന് നൽകി. പക്ഷേ അവിടെ ഒറ്റപ്പെട്ടുപോയത് ഈ ലോകകപ്പിലേക്ക് വലിയ പ്രതീക്ഷയുമായി എത്തിയ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ലോക ഫുട്ബോളിലെ ഇതിഹാസമായി മാറിയൊരു കളിക്കാരൻ ലോകകപ്പിലെത്തുമ്പോൾ ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒടുവിൽ കപ്പ് നേടാൻ ചാൻസ് ഉണ്ട് എന്ന് വിലയിരുത്തപ്പെട്ട ടീമുമായി എത്തിയ പോർച്ചുഗലിൻ്റെ ദയനീയ അവസ്ഥയാണ് കോങ്കോ മത്സരത്തിൽ ഗ്രൗണ്ടിൽ കണ്ടത്. അതിലുപരി മര്യാദക്കൊരു ഷോട്ട് ഗോൾ പോസ്റ്റിലേക്ക് തൊടുക്കാൻ പോലും കിട്ടാതെ ഗ്രൗണ്ടിൽ അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കേണ്ടി വന്ന റൊണാൾഡോയുടെ കാര്യമാണ് സങ്കടം. നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ലോകം മുഴുവൻ അതിനെപ്പറ്റി സംസാരിക്കുകയാണിപ്പോൾ. ആരാണ് റൊണാൾഡോയ്ക്ക് ഈ ഗതി വരുത്തിയത്? എന്താണ് പോർച്ചുഗലിന് സംഭവിച്ചത്? മത്സരത്തിൻ്റെ 6-ാം മിനിറ്റിൽ തന്നെ ജാവോ നെവസ് നേടിയ ഗോളിലൂടെ പോർച്ചുഗൽ മുന്നിലെത്തി. പെഡ്രോ നെറ്റോയുടെ ക്രോസിൽ നിന്ന് നേടിയ ഗോൾ, ആ സമയം വരെയുള്ള പ്രകടനവും ഗോൾ ഫിനിഷിങ്ങും ഒക്കെ കണ്ടപ്പോൾ ഏകപക്ഷീയമായൊരു മത്സരം ഇതാ റൊണാൾഡോയ്ക്ക് ലോകകപ്പിലേക്ക് മുന്നേറാനുള്ള കളി അവരുടെ സഹകളിക്കാർ ഒരുക്കുന്നു എന്നൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടാവും മിക്കവാറും ആളുകൾ. എന്നാൽ കോങ്കോ ഉണർന്നെണീറ്റതാണ് പിന്നീട് കണ്ടത്. മാത്രമല്ല, പോർച്ചുഗലിന് ഉണ്ട് എന്ന് പറയപ്പെട്ട കരുത്തൊന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. റൊണാൾഡോയുടെ നിഴൽ പോലും 7 അയലത്ത് കണ്ടില്ല. ലോകം ഉറ്റുനോക്കിയ ക്രിസ്ത്യാനോയ്ക്ക് നിസ്സഹായനായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഏറ്റവും ആശങ്കാജനകമായ കണക്ക് എന്ന് പറയുന്നത് ഗോൾ നേടിയതിന് ശേഷം പോർച്ചുഗലിന് മത്സരത്തിലുടനീളം ലക്ഷ്യത്തിലേക്ക് തൊടുക്കാൻ കഴിഞ്ഞത് ഒരു കാര്യമായ ഷോട്ട് മാത്രമായിരുന്നു എന്നാണ്. പന്ത് കൈവശം വെച്ച കണക്കൊക്കെ ഗംഭീരമായിരിക്കും, പക്ഷേ ഗോളടിക്കാനുള്ള ശ്രമങ്ങൾക്ക് പോലും കാര്യമായി വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. കോങ്കോയുടെ തന്ത്രം വളരെ ലളിതമായിരുന്നു. പിന്നിൽ ഉറച്ച പ്രതിരോധം, അവസരം കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്കിലൂടെ ആക്രമിക്കുക. ആദ്യ പകുതിയുടെ അവസാനം വിസ സമനില ഗോൾ നേടിയതോടെ പോർച്ചുഗൽ സമ്മർദ്ദത്തിലായി. കളി അവസാനിക്കുമ്പോഴും പിന്നെ സ്ഥിതി അതന്നെ. അവിടെയാണ് റൊണാൾഡോ എന്തു ചെയ്തു എന്ന ചോദ്യം. റൊണാൾഡോയുടെ പ്രതിഭ ഒറ്റ മത്സരത്തിൽ ഇല്ലാതാകുന്ന ഒന്നല്ല. എന്നാൽ 41-ാം വയസ്സിൽ കളിക്കുന്ന അദ്ദേഹത്തിന് പഴയ കാലത്തെ വേഗവും ചലനശേഷിയും ഒക്കെ ഉണ്ടോ? അതിനനുസരിച്ച് കളിക്കളത്തിൽ അദ്ദേഹത്തെ ഉപയോഗിച്ചോ എന്നൊക്കെ ഇന്നലത്തെ മത്സരം നമ്മളെ കൊണ്ട് ചോദിപ്പിച്ചു. കോങ്കോയുടെ പ്രതിരോധം അദ്ദേഹത്തെ കർശനമായി മാർക്ക് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ റൊണാൾഡോയ്ക്ക് ലഭിച്ച ചില അവസരങ്ങൾ അദ്ദേഹം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള മറുചോദ്യം അവിടെയുണ്ട്. മത്സരശേഷം പലരും ചൂണ്ടിക്കാണിച്ചത് പഴയകാല റൊണാൾഡോ ഇത്തരം അവസരങ്ങൾ ഗോളാക്കിയേനെ എന്നാണ്. ചിലർ അദ്ദേഹം ഇനി ആദ്യ 11-ൽ ഉറപ്പുള്ള സ്ഥാനക്കാരനാണോ എന്ന ചോദ്യം പോലും ഉയർത്തുന്നുണ്ട്. റൊണാൾഡോയുടെ ഫോമില്ലായ്മയും നിഷേധാത്മകതയും വിമർശിക്കപ്പെടുന്നുമുണ്ട്. 4-3-2-1 എന്ന ഫോർമേഷനിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോർച്ചുഗൽ മത്സരത്തിനിറങ്ങുമ്പോൾ ആ മനുഷ്യനിലുള്ള പ്രതീക്ഷ എത്രത്തോളാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 90 മിനിറ്റ് കളിച്ചിട്ടും ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റിൽ എത്തിച്ചില്ല എന്നത് ആരാധകരെ നിരാശരാക്കി. ഗോളായെന്നുറപ്പിച്ച 2 ഷോട്ടുകൾ കോങ്കോ ബോക്സിനകത്ത് വളരെ ദുർബലമായ ടച്ചിലൂടെ റൊണാൾഡോ തൊലച്ചു. ബ്രൂണോ ഫെർണാണ്ടസ് പന്തിനായി കാത്തു നിൽക്കുന്നതും അവസരം തുലച്ചതിലുള്ള അതൃപ്തി പ്രകടമാക്കുന്നതുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരിങ്ങനെ നിരാശയോടെ പങ്കുവെക്കുന്നുണ്ട്. പോർച്ചുഗലിന് വേണ്ടിയുള്ള തുടർച്ചയായ 10 മത്സരങ്ങളിൽ റൊണാൾഡോ ഇതുവരെ സ്കോർ ചെയ്തിട്ടില്ല എന്നതും ഇതിൽ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. മറ്റൊരു കൗതുകരമായ വിമർശനമായി ട്രോളുകളൊക്കെ ആയിട്ട് വരുന്നൊരു കാര്യം കൂടിയുണ്ട്. ആദ്യ മത്സരത്തിൽ മെസ്സി 3 ഗോൾ നേടി, റൊണാൾഡോ ആദ്യ മത്സരത്തിൽ 3 തവണ പന്ത് ടച്ച് ചെയ്തു എന്നാണ്. എന്നിട്ടും ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായ റൊണാൾഡോയെ പിൻവലിച്ച് ജാവോ ഫെലിക്സിനെയോ അല്ലെങ്കിൽ എന്ത് പകരം സംവിധാനം ഏർപ്പെടുത്തണം എന്നോ കോച്ചിൻ്റെ ഒരു ഇടപെടലും അങ്ങനെ ഒരു ആസൂത്രണവും നടത്തിയില്ല എന്നുള്ള വിമർശനവും ഒരു ഭാഗത്തുണ്ട്. മത്സരത്തിന് ശേഷമുള്ള വിലയിരുത്തലിൽ ഫ്രഞ്ച് ഇതിഹാസം തിയറി ഹെൻറി റൊണാൾഡോയെ വിമർശിച്ചത് ശ്രദ്ധേയമായ ചർച്ചയ്ക്ക് വഴിവെച്ചു. റൊണാൾഡോ ടീമിന് വേണ്ടിയല്ല, സ്വന്തം റെക്കോർഡുകൾക്ക് വേണ്ടി മാത്രമാണ് കളിക്കുന്നത് എന്നായിരുന്നു ഹെൻറിയുടെ പരാമർശം. എന്നാൽ പ്രശ്നം റൊണാൾഡോ മാത്രമാണോ? അല്ല എന്ന് കളി കണ്ടവർക്കും ഊഹിക്കാവുന്നതാണ്. അദ്ദേഹത്തിന് കാര്യമായൊരു പിന്തുണയും സഹകളിക്കാരിൽ നിന്ന് ലഭിച്ചില്ല. ഒപ്പം കോങ്കോയുടെ പ്രതിരോധ കോട്ട എല്ലാം തടയുകയും ചെയ്തു. ബ്രൂണോ ഫെർണാണ്ടസ്, സിൽവ, വിറ്റീനിയ തുടങ്ങിയ മധ്യനിര താരങ്ങൾ സാധാരണയായി റൊണാൾഡോയ്ക്ക് അവസരങ്ങൾ ഒരുക്കുന്നവരാണ്. എന്നാൽ കോങ്കോയുടെ പ്രതിരോധം മധ്യനിരയെ ഫലപ്രദമായി തടഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ട് റൊണാൾഡോ ഒറ്റപ്പെട്ട നിലയിലായി. ചുരുക്കത്തിൽ റൊണാൾഡോയെ സൈഡാക്കി എന്നതിനേക്കാളും മൂപ്പരെ ഉപയോഗിക്കാൻ ടീമിന് കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വസ്തുത ആയി നിലനിൽക്കുന്നു. കളിയെഴുത്തുകാർ ചൂണ്ടിക്കാണിക്കുന്നത് കോച്ചിൻ്റെ പിടിപ്പുകേടാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച താരനിരകളിൽ ഒന്ന് പോർച്ചുഗലിനുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ, ബ്രൂണോ ഫെർണാണ്ടസ്, സിൽവ, ലിയാവോ, ജാവോ നെവസ്, വിറ്റീസിയാർ, മെൻഡസ് തുടങ്ങി ഏതൊരു ടീമിനെയും അസൂയപ്പെടുത്തുന്നവർ. എന്നിട്ടും ഈ ടീം മൈതാനത്തിറങ്ങുമ്പോൾ കാണുന്നത് ആ മഹാശക്തിയല്ല, പലപ്പോഴും ദിശയില്ലാതെ തട്ടിക്കളിക്കുന്ന ഒരു സംഘത്തെയാണ്. എന്തുകൊണ്ടാണ്? പോർച്ചുഗൽ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് ഈ ഘട്ടത്തിൽ പ്രതിക്കൂട്ടിലാവുകയാണ്. സമാനമായ സാഹചര്യം മാർട്ടിനസ് മുമ്പ് പരിശീലിപ്പിച്ച ബെൽജിയത്തിനും ഉണ്ടായി എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. റോബർട്ടോ മാർട്ടിനസ് ബെൽജിയത്തിൻ്റെ പരിശീലകനായിരുന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രതിഭാധനരായ സുവർണ തലമുറ
ആ ടീമിലുണ്ടായിരുന്നു. ഡി ബ്രൂയിൻ, ഈഡൻ ഹസാഡ്, റൊമേലു ലുക്കാക്കു, കുർട്ടുവ, വെർത്തോങ്കൻ തുടങ്ങി ലോകോത്തര താരങ്ങൾ നിറഞ്ഞ ടീമായിരുന്നു അന്ന് ബെൽജിയം. എന്നാൽ ആ ബെൽജിയം തലമുറ ഒരു വലിയ കിരീടം പോയിട്ട് കാര്യമായൊരു മുന്നേറ്റവുമില്ലാതെ അവസാനിച്ചു. അതിൻ്റെ തുടർച്ച പോർച്ചുഗലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലും കോച്ചിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ്. റൊണാൾഡോയ്ക്ക് ഫലപ്രദമായ പാസുകൾ പോലും എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വിമർശനം. ഇത് കളിക്കാരുടെ കഴിവില്ലായ്മയിലേക്കല്ല, കോച്ചിൻ്റെ ആസൂത്രണത്തിലെ പിഴവായാണ് വിലയിരുത്തപ്പെടുന്നത്. കോങ്കോക്കെതിരെ പോർച്ചുഗൽ ഒരു പദ്ധതിയുമില്ലാതെ കളിക്കുകയായിരുന്നു. റൊണാൾഡോയെ കൈകാര്യം ചെയ്യുന്നതിൽ കോച്ചിന് പറ്റിയ വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 41 വയസ്സുള്ള റൊണാൾഡോ ലോകോത്തര ഫിനിഷറാണ് ഇന്നും. അതുകൊണ്ട് അദ്ദേഹത്തെ ശരിയായ സമയത്ത് ഉപയോഗിക്കണം. മുഴുവൻ സമയം റൊണാൾഡോയെ കളത്തിൽ നിർത്തി കോങ്കോയുടെ പ്രതിരോധം തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കാവുന്ന പകരക്കാരെയൊന്നും പരീക്ഷിക്കാൻ തയ്യാറായില്ല. അർജന്റീന ലയണൽ മെസ്സിയെ കൈകാര്യം ചെയ്ത് നോക്കൂ. മെസ്സിക്ക് 90 മിനിറ്റ് ഓടേണ്ട സാഹചര്യം അവർ സൃഷ്ടിക്കാറേയില്ല. സമയം നോക്കി അനിവാര്യമായ നിലയിലാണ് കൈകാര്യം ചെയ്യുക. ചിലപ്പോൾ വേണമെങ്കിൽ അതും ചെയ്യും. സ്കലോണിയുടെ പദ്ധതി അങ്ങനെയാണ്. ടീമിൻ്റെ ആവശ്യമാണ് മുൻഗണന. എന്നാൽ പോർച്ചുഗൽ സമനിലയിൽ കുടുങ്ങിയപ്പോൾ പോലും മാർട്ടിനസ് വലിയ തന്ത്രപരമായ നീക്കങ്ങൾക്ക് തയ്യാറായില്ല. റൊണാൾഡോ ക്ഷീണിച്ചു എന്ന് കാണികൾക്ക് തോന്നിയിട്ടും അദ്ദേഹത്തെ നിലനിർത്തുകയാണ് കോച്ച് ചെയ്തത്. അത് കളി ജയിക്കാൻ വേണ്ടിയാണോ അതോ റൊണാൾഡോയുടെ സാന്നിധ്യത്തിൻ്റെ വാണിജ്യ മൂല്യം കണക്കിലെടുത്ത് അത് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയാണോ എന്നുള്ള ചോദ്യമാണ് ആരാധകർ ഇപ്പോൾ ഉയർത്തുന്നത്. വാണിജ്യമാണോ പ്രധാനം, കളിയാണോ എന്നുള്ളതാണ്. റൊണാൾഡോയെ ഉപയോഗിക്കുന്നതിന്, ഗോളിനുള്ള അവസരം ഉണ്ടാക്കുന്നതിന്, കളിയെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒന്നുമുള്ള പദ്ധതി തുടക്കത്തിലേ ഉണ്ടായിരുന്നില്ല. ഒരു സ്ട്രൈക്കർക്ക് പന്ത് നൽകുന്ന വഴികൾ അടഞ്ഞാൽ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ താരമായാലും ഒറ്റപ്പെടും, നിസ്സഹായനാവും. മത്സരത്തിൽ റൊണാൾഡോയ്ക്ക് അതാണ് സംഭവിച്ച ഒരു കാര്യം. യഥാർത്ഥത്തിൽ പോർച്ചുഗലിൻ്റെ പ്രശ്നം റൊണാൾഡോയുടെ പ്രായം മാത്രമല്ല, ടീമിന് ലക്ഷ്യബോധമില്ല, അനിവാര്യമായ പദ്ധതികളില്ല, എന്താണ് ലക്ഷ്യം എന്ന ബോധമില്ല എന്നുള്ളത് തന്നെയാണ്. വ്യക്തതയില്ലാത്ത കളിയാണ് മൈതാനത്ത് കണ്ടത്. റൊണാൾഡോയെ 60 മിനിറ്റോ 70 മിനിറ്റോ ഉപയോഗിച്ച് പിന്നീട് വേഗമേറിയ താരങ്ങളെ ഇറക്കാം. എല്ലാത്തിനും പരിശീലകൻ്റെ ധൈര്യവും വ്യക്തതയും വേണം. എന്തായാലും ഒരു കളി കൊണ്ട് ലോകകപ്പ് അവസാനിക്കുന്നില്ല. കോങ്കോയുടെ മത്സരത്തോടെ പോർച്ചുഗലിനെയും ക്രിസ്ത്യാനോയെയും തള്ളിക്കളയാനും കഴിയില്ല. ഉസ്ബെക്കിസ്ഥാനും കൊളംബിയയും ശക്തമായ എതിരാളികളാണ് ഈ വരാനുള്ളത്. ആദ്യ മത്സരത്തിൽ നഷ്ടമായ പോയിന്റുകൾ ഇനി പോർച്ചുഗലിന് വലിയ സമ്മർദ്ദം സൃഷ്ടിക്കും എങ്കിലും നിലവിലെ നിര ലോകോത്തരമാണെന്നത് ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യമാണ്. ലോകകപ്പിൽ 6 തവണ കളിക്കുന്ന ആദ്യ താരങ്ങളിൽ ഒരാളായി ചരിത്രം സൃഷ്ടിച്ച ക്രിസ്ത്യാനോയുടെ സാന്നിധ്യവും പോർച്ചുഗലിന് പ്രതീക്ഷ തന്നെയാണ്. വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ വ്യക്തിഗത മികവിനേക്കാളും ടീമിൻ്റെ പിന്തുണയെ ആശ്രയിച്ചിരിക്കും ക്രിസ്ത്യാനോയുടെ മുന്നോട്ട് പോക്ക്. എന്നാൽ കോങ്കോക്കെതിരായ രീതി ആവർത്തിച്ചാൽ ലോക ഫുട്ബോളിൻ്റെ ഈ മഹാനായകൻ ഇനിയും ഒറ്റപ്പെട്ടു പോകും. വീഴ്ചയിൽ നിന്ന് പഠിച്ച് മുന്നേറിയാൽ പ്രതീക്ഷ കാക്കാൻ ഒരുപാട് വകയുമുണ്ട് പോർച്ചുഗലിനും ക്രിസ്ത്യാനോയ്ക്കും. അടുത്ത കളിക്കായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.